ഡിസംബർ മാസം ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അവഗണിക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ കക്ഷിയായി SDPI രേഖപ്പെടുത്തപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഇത് വെറുതെ ആവേശത്തോടു കൂടി പ്രസംഗിക്കുകയല്ല. ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്നാണ് വരുന്നത്. ധാരാളം പ്രതിസന്ധികൾ ഈ അടുത്ത കാലത്ത് നേരിട്ട ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല. അതിന്റെ പേരിൽ 3 വർഷക്കാലത്തെ ജയിൽവാസം കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ട് 2 മാസം മാത്രമേ ആയിട്ടുള്ളൂ. പാലക്കാട് ജില്ലയിൽ ഞാൻ ഇലക്ഷന്റെ പ്രവർത്തനങ്ങൾ ഒന്നറിയാൻ വേണ്ടി പാലക്കാട് ജില്ലയുടെ പാർട്ടിയുടെ അഭിമന്യനായ ജില്ലാ പ്രസിഡന്റ് ഷഹീറിന്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്തപ്പോ, ഞാൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റായിരുന്ന സമയത്ത് പാർട്ടിക്ക് ഒരു തരത്തിലുള്ള സ്വാധീനവുമില്ലാത്ത ധാരാളം പ്രദേശങ്ങളിൽ SDPIയുടെ കൊടികൾ ഉയർന്നിരിക്കുന്നു, പാർട്ടിയുടെ പ്രവർത്തകർ വന്നിരിക്കുന്നു. ഏറ്റവും കൂടുതൽ SDPI എന്ന് പറയുന്ന പാർട്ടി വേട്ടയാടപ്പെട്ട ഘട്ടത്തിലാണ്. ധാരാളം നേതാക്കന്മാർ ജയിലിൽ കിടക്കുന്ന ഘട്ടത്തിലാണ് ഈ പാർട്ടിയെ ജനങ്ങൾ സ്വീകരിച്ചത് എന്ന് നമ്മൾ ഓർക്കണം. അത് കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ മുനിസിപ്പൽ കൺവെൻഷനിൽ, തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഞാൻ പങ്കെടുത്തു. അവിടെയുള്ള ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ മുല്ലാത്ത് വാർഡിൽ നിന്നും ജയിച്ച സലീം മുല്ലാത്ത് എന്ന് പറയുന്ന പാർട്ടിയുടെ ജനകീയ കൌൺസിലറെ അവിടെ ആദരിക്കുകയും ചെയ്തു. ആ ആദരിക്കുന്ന ചടങ്ങിൽ വെച്ചുകൊണ്ട് തന്നെ SDPI ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 10ഓളം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ചടങ്ങ് കൂടി ആ പ്രദേശത്ത് നടന്നു, മുനിസിപ്പാലിറ്റിയിൽ നടന്നു. ഞാൻ ഞങ്ങളുടെ ഷഹീദ് ഷാന്റെ കബറിടം സന്ദർശിച്ച്, ഷഹീദ് ഷാന്റെ കുടുംബത്തെ സന്ദർശിച്ച്, പാർട്ടിയുടെ അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് റിയാസിനെയും അവിടെ ഇപ്പോൾ വാർഡ് മെമ്പറായിട്ടുള്ള, ഇപ്പോൾ ബ്ലോക്ക് ഡിവിഷനിലേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചുള്ള നവാസ് നെയ്നിനെയും ഒക്കെ കണ്ട് സംസാരിച്ചു കുറഞ്ഞ സമയത്തിനുള്ളിൽ. ആ നേതാക്കന്മാരുടെ, ആ പ്രവർത്തകരുടെ, അവിടെ കൂടിയ സഹോദരന്മാരുടെ, സഹോദരിമാരുടെ മുഖത്തുള്ള വിപ്ലവ വീര്യം എന്ന് പറയുന്നത് അത് ഡിസംബർ മാസത്തിൽ പ്രതിഫലിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്നാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, എനിക്ക് നിങ്ങളോട് പ്രത്യേകം പറയുവാനുള്ളത്, നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, SDPIയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാവശ്യം